നമ്മൾ പലപ്പോഴും നമ്മളുടെ ബിസിനസ്സിൽ, ഏതൊരു ബിസിനസ്സിലും, അത് ഐസ് കച്ചവടക്കാരനായിക്കോട്ടെ, പച്ചക്കറി കടക്കാരനായിക്കോട്ടെ, എല്ലാ കസ്റ്റമറും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, പ്രോംപ്റ്റ് റെസ്പോൺസ്. ഇങ്ങനെയൊക്കെ കസ്റ്റമറെ നമുക്ക് ക്വാളിഫൈ ചെയ്യാം. അതെ, ഈ ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അവരായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നാണ് നിയാസ്ക വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ആഡ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ആഡ് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ഇപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ 2 തരത്തിലുള്ള ബിസിനസ് ഉണ്ട് പ്രധാനമായിട്ടും. ഒന്ന്, വൺ ടൈം ബിസിനസ് ചെയ്യുന്ന ബിസിനസ്, ഒരു കസ്റ്റമറോട് ഒറ്റ തവണ കച്ചവടം നടത്തുന്നുള്ളൂ. രണ്ടാമത്തെ റീറ്റെയിൻഡ് ബിസിനസ്. ഈ പറയുന്ന എഫേർട്ടൊക്കെ അവിടെ റീറ്റെയിൻഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ബിസിനസ്സിനാണ് ബാധകമായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ ലെറ്റ്സ് ഒരു ഉത്സവ പറമ്പിൽ ഐസ് വിൽക്കുന്ന ഒരാൾ, നാളെ അയാളുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല. അയാൾക്ക് ഈ പറയുന്ന ക്രൈറ്റീരിയ ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ല? അയാളുടെ കാഴ്ചപ്പാടിലൂടെ, അയാളുടെ സ്ട്രാറ്റജീസിലൂടെയല്ല നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന ഓണേഴ്സ് പോകേണ്ടത്. അപ്പം ബിസിനസ് ടു ബിസിനസ് ഇത് ഡിഫറെൻ്റ് ആണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കാണിക്കുന്നതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമർ വരും. മനസ്സിലായില്ല? അയാൾ എന്തുകൊണ്ടാണ് ആ ഉത്സവ പറമ്പിലിട്ടിരിക്കുന്നത്? അയാളുടെ കസ്റ്റമേഴ്സ് അവിടെ വരും. മനസ്സിലായില്ലേ? സ്പെൻഡിങ് മെൻറ്റാലിറ്റിയോട് കൂടിയാണ് കസ്റ്റമർ വരുന്നത്. ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ അവിടെ പ്രാവർത്തികമാക്കുന്നുണ്ട്. അവിടെ ഉത്സവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റമർ വരാത്തൊരു സ്ഥലത്ത് പോയിട്ടിട്ട് കാര്യമില്ല, അപ്പുറത്ത് ഉത്സവം നടക്കുന്നുണ്ട്. ഉത്സവത്തിൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്ന ആളുകൾ എവിടെയാണോ അവിടെ നിർത്തുക മാത്രമല്ല, അയാൾ അറിയുന്നുണ്ട് പൈസയുമായിട്ടാണ് കസ്റ്റമേഴ്സ് വരുന്നത്, ചെലവാക്കാനായിട്ടാണ് വരുന്നത്. ആ ആളുകളെ അട്രാക്ട് ചെയ്യാൻ മാത്രമാണ്. അവിടെ ക്വാളിറ്റി കസ്റ്റമേഴ്സ് അല്ലാത്ത കസ്റ്റമേഴ്സ് എന്നുള്ള പരിപാടികളൊന്നുമില്ല. ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഫീഡ്ബാക്ക് എടുക്കാനോ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാനോ അവിടെ അത് അപ്രസക്തമാണ്. അതെ. അപ്പം നെക്സ്റ്റ് കസ്റ്റമേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഒന്നും കൂടെ ഡീപ്പായിട്ട് റീറ്റെയിൻ ചെയ്യപ്പെടുന്ന കസ്റ്റമേഴ്സ് വരുമ്പോൾ വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഇത്തരത്തിലുള്ള ഇപ്പം മൊബൈൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഫ്റ്റർ സെയിൽ സർവീസ് ആവശ്യമുണ്ട്. ആഫ്റ്റർ സെയിൽ സർവീസ് ആവശ്യമില്ലാത്ത ബിസിനസ്സും ഉണ്ട്. അതെ. ഉദാഹരണത്തിന് പച്ചക്കറി കട, ഒരു നോർമൽ പച്ചക്കറി കട, അവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണെന്നുള്ളതും ഓബിയസ്ലി പേഴ്സണൽ റാപ്പോ ബിൽഡ് ചെയ്യാം. വീട്ടിലാരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് അവരുടെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള. ഇപ്പോൾ എനിക്ക് മുരിങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മുരിങ്ങ ഉണ്ടോ എന്ന് ചോദിക്കും. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ താമസിക്കുന്നിടത്തിൽ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർ അടുത്തതിൽ പറയും, ഡാ മുരിങ്ങ വന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിലായി? നമ്മൾ അഭിരുചികളൊക്കെ ചോദിക്കാം. അതെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ എഗെയിൻ ബിസിനസ് ടു ബിസിനസ് ഇത് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ആഫ്റ്റർ സെയിൽ സർവീസ് നടക്കുന്നതോ അത്തരത്തിലുള്ളതായിട്ടുള്ള ബിസിനസ്സോ വരുന്ന സമയത്ത് എന്തായി, ഒന്നുകൂടെ കുറച്ചുകൂടി കണക്റ്റഡ് ആവേണ്ട ആവശ്യമാണ്. കാരണം ഫിയർ ഫാക്ടറിൽ ഒന്നുകൂടി വന്നു. എന്താണ്, ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവരെൻ്റെ കൂടെ ഉണ്ടാവുമോ? മറ്റേതിൽ അങ്ങനെയല്ല. ഈ പ്രോഡക്റ്റ് നല്ലതാണോ, പ്രശ്നങ്ങൾ വരുമോ, ഞാനത് വീട്ടിൽ കൊണ്ടുപോയി ഓക്കെ മുറിക്കുന്നു, തണ്ണിമത്തൻ മുറിക്കുന്നു, കേടാണോ, അറിയണം. ആ ഒരു വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? കൊണ്ടുപോകുന്ന പച്ചക്കറിയൊക്കെ മോശമാണോ, മരുന്നടിച്ചതാണോ, ഇതൊക്കെ വൺ ടൈമാണ്, ആഫ്റ്റർ സെയിലല്ല. മൊബൈൽ പോലുള്ള ബിസിനസ്, എൻ്റെ ബിസിനസ്, അവിടെയൊക്കെ റീറ്റെയിൻ ചെയ്യപ്പെടുന്ന കസ്റ്റമേഴ്സാണ്. ആ ലൈഫ് ലോങ് ബിസിനസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. ലൈഫ് ലോങ് റെഫറൻസ് ചെയ്യാവുന്ന, നമ്മളുടെ അഡ്വക്കേറ്റ് ആവുന്ന കസ്റ്റമേഴ്സാണ്. അതെ, അവർ നമുക്ക് വേണ്ടി വാദിക്കും. അതെ, അവരെയാണ് ആ ബിസിനസ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ എത്രത്തോളം ഇൻഡെപ്ത് പോകുന്നു, എത്രത്തോളം നമ്മളെ കസ്റ്റമേഴ്സിനെ, കസ്റ്റമറിൻ്റെ നേച്ചറിനെയും കസ്റ്റമറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഈവൻ അവരുടെ എഡ്യൂക്കേഷൻ ലെവലിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ്സ് എ ഡിഫറൻസ്. ഇപ്പം വരുന്ന ആൾ ഒരു എൻജിനീയറാണ്, അല്ലെങ്കിൽ ഒരു കണക്കധ്യാപകനാണ്, ആ സബ്ജക്റ്റിനെ കുറിച്ച് അവരോട് നമ്മുടെ സെയിലല്ല സംസാരിക്കുന്നത്. അതെ, അവിടെ സംസാരിക്കുന്നത് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് അതിലോട്ടൊരു
ഒരു ഹെൽത്തി ഡിസ്കഷൻ വരുമ്പോൾ അവർ നിങ്ങളെ പിന്നെ സെയിൽസ് പേഴ്സൺ ആയിട്ടല്ല കാണുന്നത്. ഒന്ന് മാത്രമല്ല, ഇവിടെ എന്താ പറയുക, അവരോട് ഇത് ഇത്ര മെഗാ പിക്സൽ ക്യാമറ, ഇത്ര GB എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, കാരണം അവർക്ക് ഞാനൊരു അധ്യാപകനാണ്, എനിക്ക് എന്ത് കിട്ടും, സത്യമാണ്, അവർക്ക് എന്ത് കിട്ടും, അവരുടെ ഈ ടീച്ചിങ്ങിന് എന്തെല്ലാം ഈ ഇതുകൊണ്ട് ഉപകാരപ്പെടും, അവരുടെ വരുമാനം കൂട്ടാൻ എന്തെങ്കിലും മാർഗം ഇതിലുണ്ടോ എന്ന് തന്നെയാണ് കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അനീഫിക്ക എഗെയിൻ കുറച്ചും കൂടി ഒന്നുകൂടി ഡെപ്തില്. അതെ, ഞാനാണ് ഒരു സെയിൽസ് പേഴ്സൺ എങ്കിൽ, ഇപ്പം മൊബൈൽ ബിസിനസ് ആണെങ്കിൽ പോലും ഒരാൾ വന്നൊരു മൊബൈൽ ചോദിച്ചു കഴിഞ്ഞാൽ പർപ്പസ് ചോദിക്കും, എന്തിനാണ്. അപ്പോൾ മോൾക്ക് ഗിഫ്റ്റിനാണ്. ഒരു എക്സാമ്പിൾ പറയാം, മോൾ എന്താണ് ചെയ്യുന്നത്? യെസ്, ഓക്കെ, MBBS പഠിക്കുകയാണ്, ഏത് വർഷമാണ് പഠിക്കുന്നത്? നമുക്ക് കൂടുതൽ ഇൻഡെപ്ത് അവരുടെ ഇഷ്ടങ്ങളെ അത് നമുക്ക് ചോദിക്കാൻ അറിയണം, അവരുടെ സബ്ജക്ട് എന്താണെന്നുള്ളത് അറിയണം. അല്ലാതെ എന്താണ് ചോദ്യം ചെയ്യും പോലെ ചോദിച്ചിട്ട് അതെ, ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല, ഇത് അറിയാൻ വേണ്ടിട്ടുള്ളത് മാത്രമല്ല, ഹെൽത്തി ഡിസ്കഷൻ. അത് പറയണം, സാറിന് ഏത് പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ് അവർ അറിയിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ പർപ്പസ് അറിയിക്കണം, അല്ലാതെ ആ പർപ്പസ് വെർബലി അറിയിക്കണം എന്നില്ല അനീഫിക്ക. അവിടെയാണ് സെയിൽസ് പേഴ്സന്റെ മിടുക്ക്. അതാണ്, അത് മിടുക്കാണ്. വെർബലി അറിയിക്കണം എന്നില്ല, അത് അറിയാതെ തന്നെ അവർ ആ ഫ്ലോയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവരാൻ കഴിയും. അതാണ് ഒരു സെയിൽസ് പേഴ്സന്റെ മിടുക്കെന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, പൈസ ഒരിക്കലും നിങ്ങളുടെ എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. പല ബിസിനസ്സും ഉണ്ട്, ഇത്ര ബഡ്ജറ്റിന്റെ മുകളിലുള്ളവർ ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറയുന്നത്. അത് ക്വാളിഫിക്കേഷൻ ആണ്, അതെ, ക്വാളിഫൈ ചെയ്യാണ് കസ്റ്റമറെ. അതെ അതെ, മനസ്സിലായില്ലേ? ഇത്രയും ബഡ്ജറ്റ് ഇല്ലാതെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എഡ്യൂക്കേഷൻ അല്ല. ഈ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ അല്ല. ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളുമായിട്ട് മുന്നോട്ട് പോകാൻ ആ കസ്റ്റമർക്ക് കേപ്പബിലിറ്റി ഉണ്ടോ, അതിനെയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ആ കേപ്പബിലിറ്റി ഇല്ലാതെ ഇപ്പം എനിക്ക് കാറ് വേണം, എൻ്റെ അടുത്ത് അംബാസഡറിൻ്റെ ബഡ്ജറ്റാണ്, ഞാൻ പോയിട്ട് മെർസിഡസ് ബെൻസിൽ ചെന്ന് അവിടെയും 4 ടയർ ഉണ്ടല്ലോ, ഇവിടെയും 4 ടയറാണല്ലോ, എന്തുകൊണ്ട് ഈ പൈസക്ക് എനിക്ക് തന്നൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓടിക്കും. അവിടെയാണ് ക്വാളിഫൈ, മനസ്സിലായി? അപ്പം അത് ക്വാളിഫൈ ചെയ്യണം, കസ്റ്റമറെ നമ്മൾ ക്വാളിഫൈ ചെയ്യും. ഇനി കസ്റ്റമറെ ക്വാളിഫൈ ചെയ്യാൻ ഫൈനാൻഷ്യലി ആണെങ്കിൽ പോലും ക്വാളിഫൈ ചെയ്യാൻ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ബിസിനസ്സിൽ, ഏതൊരു ബിസിനസ്സിലും, അത് ഐസ് കച്ചവടക്കാരനായിക്കോട്ടെ, പച്ചക്കറി കടക്കാരനായിക്കോട്ടെ, എല്ലാ കസ്റ്റമറും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, പ്രോംപ്റ്റ് റെസ്പോൺസ്. പ്രോംപ്റ്റ് റെസ്പോൺസ്, വെറും റെസ്പോൺസ് അല്ല, പ്രോംപ്റ്റ് റെസ്പോൺസ്. ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, ഡീസൻസിയോടുകൂടെ കേട്ടോ, ക്രൈറ്റീരിയ. ഈ പ്രോംപ്റ്റ് റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് പല കസ്റ്റമേഴ്സും, പല ഓൺടർപ്രനേഴ്സും, പല എംപ്ലോയീസും ഡിസാറ്റിസ്ഫൈഡ് ആവുന്നത്. നിങ്ങൾ പ്രോംപ്റ്റ് റെസ്പോൺസ് കൊടുക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു മറുപടി, ആ മറുപടി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റോറി അവർ മെനഞ്ഞെടുക്കും. മനസ്സിലായില്ലേ? ഉറപ്പല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗ്യാപ്പ് ഉണ്ടാകാൻ സമ്മതിക്കില്ല, ഓട്ടോമാറ്റിക് അവിടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിൽ ഞാനൊരു രാവിലെ ഒരു മീറ്റിംഗ് നടത്തി, പ്രോംപ്റ്റ് റെസ്പോൺസിൻ്റെ ഒരു കുറവ്. അപ്പോൾ വൈകുന്നേരം റെസ്പോൺസ് കൊടുത്തു, പ്രോംപ്റ്റ് റെസ്പോൺസ് കൊടുത്തു, അടുത്തൊരു ചോദ്യത്തിന് റെസ്പോൺസ് ഇല്ല. അപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനും അറിയുന്നത്. കുഞ്ഞിന് ഭയങ്കര ഫീവറായിരുന്നു, കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടുകയായിരുന്നു. ഓടി അവിടെ എത്തി, രാത്രിയായി തിരിച്ചു വന്നപ്പോൾ പിന്നെ തലവേദനയും ഇതൊക്കെ ആയതുകൊണ്ട് അതിന് റെസ്പോൺസ് കൊടുത്തില്ല. ഇതാണ് ആക്ച്വൽ സ്റ്റോറി, കസ്റ്റമറുടെ സ്റ്റോറി. അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്റേണൽ കസ്റ്റമറുടെ സ്റ്റോറി ഇതാണ്. ഇത് നമ്മളടുത്ത് പറയാത്തോടത്തോളം ആ കുട്ടി എന്താണ് ഓഫ് ടൈം ആയതുകൊണ്ടാണോ റെസ്പോണ്ട് ചെയ്യാത്തത്, അതോ ഇനി എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നമ്മളുടെ ടീം ലീഡേഴ്സോ ഇവരൊക്കെ ചിന്തിക്കാം. ആരാണോ ചോദിച്ചത് അവർക്ക് പലതരത്തിലുള്ള ഗസ് വരും. അപ്പോൾ എന്തായി, അടുത്ത ആ ഒരു മുൻവിധിയോടുകൂടി ആ എംപ്ലോയിയെ സമീപിക്കാം പറഞ്ഞ മനസ്സിലായില്ലേ? അതെ. അപ്പോൾ പ്രോംപ്റ്റ് റെസ്പോൺസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പല ക്ലയൻസിനോടും ഞാൻ
ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ബിലീവ് മീ ഓർ നോട്ട്, യു ആർ വെരി മച്ച് അവൈലബിൾ രാജ് ഫോൺ എടുക്കും, വിളിച്ചാൽ ഫോൺ എടുക്കും, അറ്റ്ലീസ്റ്റ് തിരിച്ച് വിളിക്കെങ്കിലും ചെയ്യും. എയർടെൽക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് എടുക്കും ഒരാളെ കണക്ട് ചെയ്യാൻ. പ്രോബ്ലം സോൾവ് ചെയ്യുന്നല്ല പറഞ്ഞത്, അതെ, എടുത്തു, മെയ്ഡ് ഷുവർ ദാറ്റ് ഐ ഹാവ് അറ്റൻഡഡ് ദെയർ കൺസേൺ. മനസ്സിലായില്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു റെസ്പോൺസ് കൊടുക്കണം. നമ്മൾ മീറ്റിങ്ങിലാണെങ്കിലും നമുക്ക് റെസ്പോൺസ് കൊടുക്കാം.